بسم الله الرحمن الرحيم. ചേർക്കാമോ പേരിൽ? ഇതിന് തെളിവുണ്ടോ എന്നാണ്. സയ്യിദി എന്ന പേര് യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ വരാൻ കാരണം അഹ്ലുബൈത്തിൽ പെട്ട ആൾക്കാരെ കുറിച്ച് അള്ളാഹ് ഉപയോഗിച്ച ശൈലിയാണ്. സയ്യിദൻ വഹസൂറൻ നബിയൻ എന്ന് യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്. അദ്ദേഹം സയ്യിദായിരുന്നു എന്ന്. സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവായിരുന്നു എന്ന്. അപ്പോൾ ഈ പേരും ഈ ബഹുമതിയും ഈ പ്രത്യേകതയും ലഭിക്കുന്നത് എന്തിലൂടെയാണ്? അവര് ഉൾക്കൊള്ളുന്നതായ ആദർശത്തിലൂടെയും അവർ ഇവിടെ ഏറ്റെടുത്തതായ റിസാലത്തിലൂടെയുമാണ്. അതുകൊണ്ട് തന്നെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകളെ കുറിച്ച് ഹദീസിൽ സയ്യിദത്തു നിസാഇൽ ആലമീൻ, മുസ്ലിം സ്ത്രീകളുടെ നേതാത്തിയാണ് എന്ന് അവർക്ക് പേരുണ്ട്. ഹദീസിന്റെ ഭാഷയാണ്. മനസ്സിലായില്ലേ? സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, ഹസനും ഹുസൈനും റസൂലുള്ളാഹിന്റെ വാക്കാണ്. സ്വർഗത്തിലുള്ളതായ യുവാക്കളുടെ നേതാക്കളാണ് എന്നത്. അന റസൂലിനെ കുറിച്ച് റസൂൽ തന്നെ പറയുന്നു, അന സയ്യിദു വലദി ആദം, ഞാൻ ആദമിന്റെ സന്തതികളുടെ നേതാവാണ്, സയ്യിദാണ്. വലാ ഫഖ്റ, പരലോകത്തിൽ ഖിയാമത്ത് നാളിൽ വലാ ഫഖ്റ, ഞാൻ അഭിമാനം പറയല്ല, അന്നേത്തെ ദിവസത്തിൽ ഞാൻ തന്നെയാണ് അവിടെ അള്ളാഹു നേതാവാക്കുന്ന വ്യക്തി ആദമിന്റെ സന്തതികൾക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഉമറുൽ ഖത്താബ് പറയുകയുണ്ടായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉമറാണ്. അബൂബക്കറുൻ സയ്യിദുന വഅതഖ സയ്യിദന, അബൂബക്കർ നമ്മുടെ നേതാവാണ്, നമ്മുടെ നേതാവിനെ എത്തിക്ക ചെല്ലിയ ആളാണ്. ആരാണ് നേതാവ്? രണ്ടാമത്തത് ബിലാൽ. ആരാണ്? ബിലാൽ. അപ്പോൾ ബിലാലിനെ എത്തിക്ക ചെല്ലി എന്ന് പറയുന്നതിന് പകരം എന്താണ് നമ്മുടെ നേതാവ് പറയുന്നത്? അബൂബക്കർ നമ്മുടെ നേതാവാണ്, നമ്മുടെ നേതാവായ ബിലാലിനെ എത്തിക്ക ചെല്ലിയ ആളാണ്. അപ്പോൾ ഈ പദങ്ങളൊക്കെ ബഹുമാനത്തോടെ ആദരണീയതോടു കൂടി ആരെങ്കിലും ഉപയോഗിച്ചാൽ, ഈ പറയുന്ന സയ്യിദ് കുടുംബത്തിൽ പെട്ടതായ വിഭാഗത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ തെറ്റാണെന്ന് പറയാൻ നമ്മുടെ കൂടെ തെളിവില്ലെങ്കിലും ആ വ്യക്തിക്ക് അത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വരും എങ്കിൽ അത് മഹാപാപമാണ്. അങ്ങനെ ഒരു വ്യക്തി മനസ്സിലാക്കുകയാണെങ്കിൽ എന്നെ എന്തേ ആദരിച്ചില്ല, ഞാൻ തങ്ങളല്ലേ, ഞാൻ സയ്യിദല്ലേ, എന്നെ കാണുമ്പോൾ എന്തേ എണീറ്റ് വന്നില്ല എന്നീ രൂപത്തിലുള്ള ചിന്താഗതി മറുവശത്തിൽ നിന്നിട്ട് ഒരിക്കലും പാടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ സയ്യിദ് കുടുംബത്തിലേക്ക് ചേർത്ത് പറയാൻ പറ്റുന്നവര് ചെയ്യാൻ പാടില്ലാത്ത പണിയാണ് അയാൾ ചെയ്തത് എന്ന് അങ്ങനെയുള്ളവരോട് നമുക്ക് പറയാവുന്നതാണ്. എന്നാൽ യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശത്തിൽപ്പെട്ടതായ ശൈലിയാണ് നാം നമ്മുടെ നേതാക്കളെ നാം ആദരിക്കുന്നു. എന്തിനു വേണ്ടി? അവർ കൊണ്ടുവന്ന ആദർശത്തിന് വേണ്ടി, അവർ കൊണ്ടുവന്ന റിസാലത്തിന് വേണ്ടി, അവർ ഭൂമിയിൽ സമർപ്പിച്ചതായ ആ അർപ്പണത്തിന് വേണ്ടി, അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിച്ചതായ ദീനിന് വേണ്ടി. അപ്പോൾ ഈ ആദരണീയതയെല്ലാം ആദർശത്തിൽ ഒതുങ്ങുന്നു. ആദർശമില്ലെങ്കിൽ ആദരണീയതയില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ ആദരണീയത അതിൽ വിട്ടു കിടക്കാൻ പാടില്ല എന്നും മനസ്സിലാക്കാം. ഇതെല്ലാം ബാലൻസ് ശരിയാക്കി മനസ്സിലാക്കൽ ഈ കാര്യം പഠിക്കുമ്പോൾ അനിവാര്യമാണ്.